എല്ലാ സിനിമ ആസ്വാദകർക്കും മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. പാട്ടുകേൾവി പണക്കാരുടെ മാത്രം വിനോദോപാധിയായിരുന്ന ഒരു കാലം കേരളക്കരയിൽ ഉണ്ടായിരുന്നു. ആകാശവാണിയിലല്ലാതെ പാട്ട് കേൾക്കണമെങ്കിൽ ഗ്രാമഫോൺ മാത്രമായിരുന്നു അന്ന് ആ കാലഘട്ടത്തിൽ ഒരു ഉപാധി. 70കളുടെ ഒടുവിൽ വരെയും ആശ്രയം അതുതന്നെയായിരുന്നു. നമുക്ക് അതിനെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ ഒന്ന് സംസാരിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഈ അറിവ് പങ്കുവെക്കാനുള്ള ഒരു സന്മനസ്സും കൂടി കാണിക്കുക. അപ്പോൾ അങ്ങനെ നമുക്കറിയാലോ, പാട്ടുകൾ പണക്കാർ മാത്രം ആയിരുന്നു അന്നത്തെ കാലത്ത്. അതുകൂടാതെ റെക്കോർഡുകൾക്കും അനുബന്ധ ഉപകരണങ്ങൾക്കും പണച്ചെലവ് ഏറെ ഉണ്ടായിരുന്നതിനാലാണ് അത്തരം ആസ്വാദനങ്ങൾ ഉന്നതരിൽ മാത്രം ഒതുങ്ങിയത്. റേഡിയോ പോലും അക്കാലത്ത് ഒരു ആഡംബര വസ്തുവായിരുന്നു. പഴയ കാലഘട്ടത്തിലുള്ള അവരോട് ചോദിച്ചാൽ ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റും. പുതിയ ജനറേഷനിലെ കുട്ടികൾക്കോ മറ്റുള്ളവർക്കോ ഇതിനെക്കുറിച്ച് അറിയാനായിട്ട് സാധിക്കില്ല. ടാപ്പ് റെക്കോർഡുകളും ഓഡിയോ കാസറ്റുകളും സാധാരണക്കാരിൽ എത്തിത്തുടങ്ങിയത് 1980കളുടെ ആദ്യ കാലഘട്ടങ്ങളിലാണ്. അപ്പൊ അന്നൊക്കെ ചെറിയൊരു കാസറ്റുകൾ ഉണ്ടായിരുന്നു. പ്രത്യേകമായിട്ട് അത് ഗൾഫുകാർ വരുമ്പോഴായിരിക്കും ആ കാസറ്റുകൾ നാട്ടിലേക്ക് കൊണ്ടുവരിക. അപ്പൊ അവർ വരുമ്പോഴായിരിക്കും ഈ ടാപ്പ് റെക്കോർഡുകളും കൊണ്ടുവരിക. അപ്പൊ അങ്ങനെയാണ് അവരാണ് ഈ കേരള മണ്ണിലേക്ക് കാസറ്റും ആ പാട്ടുകളും ഒക്കെ പറിച്ചു നട്ടത്. അപ്പൊ കാസറ്റ് വന്നതോടുകൂടി അത് പെട്ടെന്ന് തന്നെ വിപണി പിടിച്ചടക്കാൻ തുടങ്ങി. അപ്പൊ അതിനുശേഷം ഹിന്ദി സിനിമാ ഗാനങ്ങളുടെയും ശാസ്ത്രീയ സംഗീതത്തിന്റെയും പല സമയദൈർഘ്യങ്ങളിൽ പാടുന്ന കാസറ്റുകൾ റിലീസ് ചെയ്തുകൊണ്ട് ഗ്രാമഫോൺ കമ്പനി ഓഫ് ഇന്ത്യ ഇവിടെ ഒരു കാസറ്റ് തരംഗത്തിന് തുടക്കമിട്ടത്. പിന്നെ അതിനുശേഷമാണ് HMV, EMI, ഓഡിയൻ, കൊളംബിയ എന്നിങ്ങനെ പല പല ലേബലുകളിൽ കാസറ്റുകൾ ഇറങ്ങി തുടങ്ങി. അപ്പൊ അവരൊക്കെ കാസറ്റുകൾ, അതായത് ഇതിൽ കൊൽക്കത്ത കേന്ദ്രമാക്കിയുള്ള സംഗീത നിർമ്മാതാക്കളായിരുന്നു ഗ്രാമഫോൺ കമ്പനി. അതിനുശേഷം ആണ് മലയാള ഭാഷയിൽ ഓഡിയോ കാസറ്റുകൾ പുറത്തിറങ്ങിയത്. അതായത് അവിടെ നിന്നൊക്കെ വരുന്ന കാസറ്റുകൾ എങ്ങനെയായിരുന്നു? ഹിന്ദി കാസറ്റുകൾ, ഹിന്ദി പാട്ടുകളായിരുന്നു കൂടുതൽ. അപ്പോൾ മലയാളത്തിന് വേണ്ടിയിട്ട് മലയാള ഭാഷയിൽ ഓഡിയോ കാസറ്റുകൾ കുറവായിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു കുറവ് നികത്തിയത് നമ്മുടെ തരംഗിണിയുടെ ഒരു വരവോട് കൂടിയാണ്. മലയാളത്തിൽ പുതിയൊരു സംഗീത വിപ്ലവമാണ് തരംഗിണി ഉണ്ടാക്കിയത് എന്ന് നമ്മൾ പറയാം. തരംഗിണിയെ തുടർന്ന് കേരളത്തിൽ സംഗീത വിപണന രംഗത്ത് പ്രത്യേകിച്ച് ചലച്ചിത്ര ഗാനങ്ങളുടെ വിതരണത്തിന് ഒരുപാട് സ്ഥാപനങ്ങളും അവരുടെ ലേബലുകളും വന്നു. കേരളത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ലൈസൻസ്ഡ് കാസറ്റ് കമ്പനിയാണ് തരംഗിണി. അത് തരംഗിണി എന്ന് പറയുന്നത് നമ്മുടെ യേശുദാസിന്റെ ഉടമസ്ഥതയിലുള്ള തരംഗിണി. അതിൽ റെക്കോർഡുകൾക്കും ഇപ്പോൾ കാസറ്റുകളും വിപണിയിൽ എത്തിച്ചുകൊണ്ട് ആ മേഖല ഒരു കൈയടക്കി എന്ന് നമുക്ക് പറയാം. അതിലെന്ന് വെച്ചാൽ സിനിമാ ഗാനങ്ങളും ഉണ്ടായിരുന്നു, ശാസ്ത്രീയ ഗാനങ്ങൾ, ഭക്തി ഗാനങ്ങൾ, ലളിത ഗാനങ്ങൾ, കൂടാതെ കുട്ടികൾക്കുള്ള ഗാനങ്ങൾ. അതുകൂടാതെ അന്നൊക്കെ സിനിമയുടെ ശബ്ദരേഖയും ഉണ്ടായിരുന്നു. അങ്ങനെ പല വിഭാഗങ്ങളിലായി മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, അങ്ങനെ വിവിധ വിഭാഗങ്ങളിലായിട്ട് തരംഗിണി അവരുടെ ഓഡിയോ കാസറ്റുകൾ പുറത്തിറക്കിയിട്ടുണ്ട്. മെയിനായിട്ട് ദാസേട്ടൻ്റെ പാട്ടുകളായിരിക്കും, അതായത് ഓണപ്പാട്ടുകൾ, അത് ലളിതഗാനങ്ങളൊക്കെയാണ് തരംഗിണി കൂടുതലായിട്ട് അവരുടെ വിപണിയിൽ കൂടുതൽ ചെലവായത് അങ്ങനത്തെ ഗാനങ്ങളാണ്. തരംഗിണിയുടെ ഒന്നാമത്തെ സിനിമാ കാസറ്റ് ഉള്ളത് ചില്ലി എന്ന ചിത്രത്തിലെ 4 പാട്ടുകൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കാസറ്റ്. അതാണ് അവരുടെ ഒന്നാമത്തെ സിനിമാ ഗാന കാസറ്റ്. അതിനുശേഷം വരം, കല്യാണ ഉണ്ണികൾ, പൊരുത്തം എന്നീ ചിത്രങ്ങളിൽ പാട്ടുകൾ ചേർത്തിണക്കിയ കാസറ്റും തരംഗിണി പുറത്തിറക്കിയിട്ടുണ്ട്. മലയാള സിനിമാ ഗാനങ്ങളുടെ ഒരു സുവർണ കാലഘട്ടമാണ്. അതായത് എല്ലാതും നല്ല നല്ല പാട്ടുകൾ, ഇന്നത്തെ പോലെ അല്ല അന്നത്തെ. ആ സുവർണകാലം എന്ന് വിശ്വസിക്കുന്ന കാലഘട്ടമാണ് 1980. അന്ന് ഒരു സൂപ്പർ ഹിറ്റ് പാട്ടുകളായിരുന്നു ഓരോ സിനിമയിലും ഉണ്ടായിരുന്നത്. അപ്പൊ അത് തരംഗിണിയിലൂടെ ജനങ്ങൾക്ക് എത്തിച്ചു തുടങ്ങി. അപ്പൊ അത് മുഴുവനും അവർ പാടിപ്പതിന് ഹിറ്റായി മാറി അന്നത്തെ ആ പാട്ടുകളെല്ലാം. അതിൽ ചില ഉദാഹരണങ്ങൾ എടുത്തു നോക്കിയാൽ നോക്കത്താ ദൂരത്ത് കണ്ണുനട്ട്, നാടോടിക്കാറ്റ്, തൂവാനത്തുമ്പികൾ, നമുക്ക് വാർക്കാൻ മുന്തിരിത്തോപ്പുകൾ, വടക്കൻ വീരഗാഥ, ഇപ്പൊ റിലീസ് വന്നിട്ടുള്ള വടക്കൻ വീരഗാഥ ആ സമയത്ത്, പിന്നെ ധ്വനി, പഞ്ചാഗ്നി, നക്ഷതങ്ങള്, കാതോട് കാതോരം, എല്ലാത്തിലും ഒരു നല്ല നല്ല പാട്ടുകൾ ഉണ്ടായിരുന്നു. ഹിറ്റ് പാട്ടുകളായിരുന്നു ഈ പറയുന്ന മിക്ക സിനിമകളിലും. അപ്പൊ തരംഗിണി വന്നതിന് ശേഷം തരംഗിണിക്ക് പിന്നാലെ തദ്ദേശീയമായി ആരംഭിച്ച രണ്ടാമത്തെ ഒരു ലൈസൻസ് കാസറ്റ് ഉണ്ടായിരുന്നു, നിസരി. അതായത് ഒരു സംഗീത സംവിധായകൻ ആയ നിസറി ഉമ്മറിന്റെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന ഒരു കാസറ്റാണ് നിസരി. എറണാകുളത്ത് നിന്നാണ് അത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ നിസറിലെ ആദ്യത്തെ
പാട്ടുകൾ ശ്രാവണ സന്ധ്യ, മൗനസമ്മത എന്നീ സിനിമയിലെ പാട്ടുകളാണ് സിനിമാ ഗാനങ്ങളായി നിസരി ആദ്യം റിലീസ് ചെയ്തത്. അതിനുശേഷം ചങ്ങാത്തം, കോടതി എന്നീ ചിത്രങ്ങളെ ഗാനങ്ങളൊക്കെ വന്നിട്ട് വീണ്ടും കാസറ്റുകൾ അവർ ഇറക്കി തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം അവരുടെ കാസറ്റ് നോക്കിക്കഴിഞ്ഞാൽ ധ്രുവം, കിഴക്കൻ പത്രോസ്, ജോണി വാക്കർ, ചമയം, പിന്നെ വെൽക്കം ടു കൊടൈക്കനാൽ അങ്ങനെയുള്ള സിനിമയിലെ പാട്ടുകളാണ് നിസറിൽ വന്നിട്ടുള്ളത്. അതുകൂടാതെ തമിഴിലെ നല്ല നല്ല പാട്ടുകളും നിസരി മലയാളത്തിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഈ തരംഗിടി പോലെ തന്നെ ഭക്തിഗാനങ്ങൾ, ഉത്സവഗാനങ്ങൾ, അങ്ങനത്തെ ശ്രേണിയിലുള്ള പാട്ടുകളും നിസരിയുടെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നിസരി അവസാനമായി ഇറക്കിയ ഓഡിയോ കാസറ്റ് എന്ന് വെച്ചാൽ 2008 അതായത് അണ്ണൻ തമ്പി എന്ന് പറയുന്ന തമിഴ് സിനിമയിലെ പാട്ടുകളാണ് അവർ അവസാനമായി ഇറക്കിയതായിട്ടാണ് നമ്മളുടെ ഡാറ്റയിൽ കാണുന്നത്. അതിനുശേഷം വേറൊരു കമ്പനിയും കൂടി വന്നിട്ടുണ്ടായി, രഞ്ജിനി കാസറ്റ്സ്. രഞ്ജിനിയുടെ ആദ്യത്തെ പാട്ടുകൾ പ്രേമകവികളെ, അല്ലിമലർക്കാവ് എന്ന സിനിമകളിലെ പാട്ടുകളാണ് സിനിമാ ഗാനങ്ങളായി രഞ്ജിനി ആദ്യം റിലീസ് ചെയ്തത്. പിന്നീട് ശ്യാമ, യാത്ര, എ ഓട്ടോ, രാജാവിൻ്റെ മകൻ, കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടിയൻ, റാംജി റാവു സ്പീക്കിംഗ്, പിന്നെ നല്ല പാട്ടുള്ള കിഴക്കുണൊരു പക്ഷി, പിന്നെ കമലദളം, അങ്ങനെ പോകും രഞ്ജിനിയുടെ കാസറ്റുകൾ. രഞ്ജിനി ഒടുവിലായിട്ട് പുറത്തിറങ്ങിയത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 1997 പുറത്തു വന്ന ഗ്രാമപഞ്ചായത്ത്, ജെയിംസ് ബോണ്ട്, ഭാരതീയം ഈ ചിത്രങ്ങളിലെ പാട്ടുകൾ കൂട്ടിയിട്ട് ഒരു കാസറ്റ് ഇറക്കിയത്. അതാണ് രഞ്ജിനിയുടെ ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമാ ഗാന കാസറ്റ്. പക്ഷെ ചില ഗായകർ ഒരു ലളിത ഗാനങ്ങൾ അല്ലെങ്കിൽ ചില പാട്ടുകളൊക്കെ ചില കാസറ്റുകൾക്ക് വേണ്ടി മാത്രം പാടിയിരുന്നു. അതിൽ രഞ്ജിനിക്ക് വേണ്ടി പാടിയിരുന്നത് മാർക്കോസ് ആയിരുന്നു. അതിനുശേഷം MG ശ്രീകുമാർ രഞ്ജിനിക്ക് വേണ്ടി പാടി തുടങ്ങിയത്. പക്ഷെ പിന്നെ മാർക്കോസ് അവിടെ നിന്ന് മാറിയിട്ട് നിസരിയുടെ ഗായകനായിട്ട് മാറി, നിസരിക്ക് വേണ്ടി പാടാൻ തുടങ്ങി. നിസരിക്ക് വേണ്ടിയിട്ട് ആദ്യം പാടിയിരുന്നത് ഉണ്ണിമേനോനായിരുന്നു. പിന്നീട് മാർക്കോസ് നിസരിയുടെ ഗായകനായിട്ട് മാറിയത്. ഇപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ കണ്ടില്ല, ഓരോ ചാനലിൽ ഇരിക്കുന്ന ന്യൂസ് റീഡർമാർ അടുത്ത ചാനലിലേക്ക് പോകുന്നു. അതുപോലെ അന്നത്തെ കാലത്തും കാസറ്റുകളിൽ ചില കാസറ്റ് കമ്പനിക്കാരായിട്ട് ടൈപ്പ് നേടിയിട്ട് അവരുടെ പാട്ടുകൾ ആ കാസറ്റിലൂടെ വിപണനം നടത്തിയിരുന്നു. പിന്നെ അവർ മാറി അടുത്തതിലേക്ക് നല്ല ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അടുത്തതിലേക്ക് മാറും. ഇത്രയൊക്കെയാണ് നമുക്ക് കാസറ്റുകളെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.